വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പാർട്ട് 2 ആണ്. അതിൽ പോർഷൻസ് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, ഏതൊക്കെ വേവ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. Electromagnetic spectrum is the range of all electromagnetic radiation in terms of its wavelength and frequencies. നമ്മൾ വേവ് ലെങ്തിൻ്റെയും ഫ്രീക്വൻസീസിലെയും റേഞ്ചിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പറയുന്നതാണ്, നമ്മൾ അതിൻ്റെ റേഞ്ച് പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അറ്റ് ദ റൈറ്റ് എൻഡ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ലോവർ ഫ്രീക്വൻസി റേഡിയേഷൻ exists. At the left end, radiation with the higher frequencies and shorter wavelength exist. അത് പറയുന്നത് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ വലത് റൈറ്റ് സൈഡിൽ ലോവർ ഫ്രീക്വൻസി ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. ഫ്രീക്വൻസി കൂടുതലുള്ള സ്ഥലത്ത് വേവ് ലെങ്ത് കുറവായിരിക്കും അല്ലേ. സി ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. അപ്പം ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. The electromagnetic energy become more powerful when the frequency increases. എനർജി മോർ പവർഫുൾ ആണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കണം. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇതാണ്, ഒരു ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ ഇടതോട്ട് പോകുന്നതോറും എന്താണ്, ഹയർ ഫ്രീക്വൻസി ഹയർ എനർജി, ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും. വലതോട്ട് പോകുന്നതോറും ലോവർ ഫ്രീക്വൻസി ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും. ഫ്രീക്വൻസി കൂടുന്ന അനുസരിച്ച് വേവ് ലെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഈ വേവിൽ നോക്കിക്കേ, എന്താണ് ഇവിടെ നോക്കിക്കേ, ഇത് നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ടൈം പീരീഡ് വളരെ കുറച്ചാണ്. അപ്പോൾ നമുക്ക് വേവ് കാണുമ്പോൾ തന്നെ അറിയാം ഹയർ ഫ്രീക്വൻസിയാണ്. ഇവിടെ കാണുമ്പോൾ എന്താണ്, ലോവർ ഫ്രീക്വൻസി. നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇത് ഹയർ ഫ്രീക്വൻസി എന്ന്, അല്ല. അപ്പോൾ നമ്മളൊരു എക്സ് ആക്സിസിൽ വരയ്ക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി പറയുമ്പോൾ ഇവിടെ എന്താണ്, ടൈം കൂടുതലാണ്, അപ്പോൾ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും അല്ലേ. ഇവിടെ നോക്കിക്കേ, ഷോർട്ടർ വേവ് ലെങ്ത് ഹയർ ഫ്രീക്വൻസി. ഇവിടെ ടൈം പീരീഡ് വളരെ കുറവാണ്. അപ്പോൾ 1/t വരുമ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് വരും, ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പം ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേസിനായിരിക്കും. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനായിരിക്കും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ ആ റേഞ്ച് അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഏതാണ്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഏതാണ്, അതുപോലെ കുറവും ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ടാണ് വിസിബിൾ ലൈറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏതൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, വിസിബിൾ ലൈറ്റ് കണ്ടു. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ റെയിൻബോ പോലെ ഇരിക്കും. വിബ്ജിയർ ആണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, വിബ്ജിയർ അല്ലേ. അങ്ങനെ ആ വിസിബിൾ ലൈറ്റ് വരുന്ന ഇതാണ്. അതിൻ്റെ റേഞ്ചും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓരോന്നിൻ്റെയും വേവ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ്, UV, എക്സ്റേസ്, ഗാമ റേസ്, അതിൻ്റെ എല്ലാം ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ റേഞ്ച് നമ്മളോട് ചോദിക്കും. റേഡിയോ വേവ്സ് എന്ന് വെച്ചാൽ 700 നാനോമീറ്റർ റേഞ്ച്, അങ്ങനെ ഓരോ റേഞ്ച് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താണ്, എന്തൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. റേഡിയോ വേവ്സ്, മൈക്രോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് വേവ്സ്, എക്സ്റേസ്, ഗാമ റേസ്, അതെല്ലാം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ റേഡിയോ വേവ്സ് എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറഞ്ഞു. മൈക്രോവേവ്സ് ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിത്ത് വേവ് ലെങ്ത് വിത്തിൻ ദ റേഞ്ച് ഓഫ് 1 മീറ്റർ ടു 1 മില്ലിമീറ്റർ. മൈക്രോവേവ് എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ മൈക്രോ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സ് ആർ ലോ ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പം നമ്മൾ അതിൻ്റെ സ്ട്രേറ്റ് ലൈൻ രൂപത്തിലുള്ളത് കണ്ടിരുന്നു. അപ്പോൾ റേഡിയോ വേവ്സ് ആർ ലോ ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്ത് ലോങ്ങർ വേവ് ലെങ്ത് ഹാവ് ദ ലോവർ ഫ്രീക്വൻസി. അപ്പോൾ അതായത്
നമ്മളൊരു ഈ ഇക്വേഷൻ പഠിക്കുക, സി ഈക്വൽ ടു ന്യൂ ലാംഡ. അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. അപ്പോൾ ന്യൂ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/λ. ഫ്രീക്വൻസി വേവ് ലെങ്ത് തമ്മിൽ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണലാണ് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി വേവ് ലെങ്ത് തമ്മിൽ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ലോവസ്റ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ ഹയസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ വേവ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്ത് ലോങ്ങർ വേവ് ലെങ്ത് ഹാവ് ദ ലോവസ്റ്റ് ഫ്രീക്വൻസി ആൻഡ് കോൺസിക്വൻ്റ്ലി ഇത് ലോവസ്റ്റ് എനർജി ആയിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് മീഡിയ, ബ്രോഡ്കാസ്റ്റിംഗ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ, ടെലിസ്കോപ്പ് എക്സെട്രയാണ്. അപ്പോൾ റേഡിയോ വേവ്സിൻ്റെ ആപ്ലിക്കേഷൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ, ടെലിസ്കോപ്പ് എന്നിങ്ങനെ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. നെക്സ്റ്റ് ഏതാ? മൈക്രോവേവ്സ്. Microwave is a type of electromagnetic wave with wavelength within the range of 1 meter to 1 millimeter. It corresponding frequency range from 300 MHz to 300 GHz. മെഗാഹെഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മെഗാ എന്ന് പറഞ്ഞാൽ 10⁶, ജിഗാ എന്ന് പറഞ്ഞാൽ 10⁻12 ഹെഡ്സ് ആണ്. അപ്പോൾ ഈ റേഞ്ച് വരുന്ന ഫ്രീക്വൻസിയാണ് മൈക്രോവേവ്, 300 MHz to 300 GHz. Microwaves are extensively used in wireless network, satellite and spacecraft communication, microwave radio relay network, medical treatment, remote sensing, particle accelerator, radio astronomy, spectroscopy. These are some applications of microwaves. Okay. Next, infrared waves or IR waves. An infrared wave or IR radiation is a region of electromagnetic spectrum where wavelength range about 700 nanometer to 1 millimeter. 700 nanometer തൊട്ട് 1 millimeter വരെ ഫ്രീക്വൻസി റേഞ്ചിൽ വേവ് ലെങ്ത് റേഞ്ചിലാണ് ഇൻഫ്രാറെഡ് വരുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് മച്ച് ലോങ്ങർ വേവ് ലെങ്ത് ദാൻ ദോസ് ഓഫ് വിസിബിൾ ലൈറ്റ്. അത് നമ്മൾ അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കണ്ടപ്പോൾ മനസ്സിലാക്കിയതാണ്. ഓക്കെ. ബട്ട് ഷോർട്ടർ വേവ് ലെങ്ത് ദാൻ ദോസ് ഓഫ് റേഡിയോ വേവ്സ്. എ റേഞ്ച് ഓഫ് IR റേഡിയേഷൻ ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് ആസ് ഹീറ്റ്. നമുക്ക് ഹീറ്റായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ദ ഇൻഫ്രാറെഡ് സെക്ഷൻ ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ഫാർ ഇൻഫ്രാറെഡ്, മിഡ് ഇൻഫ്രാറെഡ് ആൻഡ് നിയർ ഇൻഫ്രാറെഡ്. ഇപ്പോൾ ഈ ഇൻഫ്രാറെഡിനെ തന്നെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും: ഫാർ ഇൻഫ്രാറെഡ്, മിഡ് ഇൻഫ്രാറെഡ് ആൻഡ് നിയർ ഇൻഫ്രാറെഡ്. ഫാർ ഇൻഫ്രാറെഡ് ഈസ് ഓൾസോ നോൺ ആസ് തെർമൽ ഇൻഫ്രാറെഡ്. ദേ ആർ യൂസ്ഡ് ടു ഡിറ്റക്ട്, ലൊക്കേറ്റ് ആൻഡ് വ്യൂ ബോഡീസ് ഇൻ സ്പേസ്. സ്പേസിലുള്ള ബോഡീസിനെ ഡിറ്റക്റ്റ് ചെയ്യാനാണ് തെർമൽ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മോണിറ്റർ ദ എർത്തിൻ്റെ ടെമ്പറേച്ചർ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ കുറേ റിമോട്ട് കൺട്രോൾ ആൻഡ് ഡിജിറ്റൽ ഡിവൈസ് അതിലൊക്കെ നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ ആ ഫിഗർ കണ്ടതാണ്. ഇറ്റ് ഈസ് ദ സെക്ഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ദാറ്റ് ഈസ് ഒപ്റ്റിക്കലി വിസിബിൾ ടു ദ ഹ്യൂമൻ ഐ. നമുക്ക് കാണാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. Every form of electromagnetic light is counted as light, but since the electromagnetic radiation is the only light optically visible to human eye, it is known as visible light. Visible light എന്ന് പറയാൻ കാരണം നമുക്ക് ഹ്യൂമൻ ഐക്ക് അത് വിസിബിൾ ആണ്, അതുകൊണ്ടാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. എ റെയിൻബോ ഈസ് എ ടൈപ്പ് ഓഫ് വിസിബിൾ ലൈറ്റ് വെയർ ഈച്ച് റെയിൻബോ കളർ ഹാസ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. ഇത് റെഡ് ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു വിബ്ജിയർ ആണ്. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിബ്ജിയർ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വിബ്ജിയർ. അപ്പോൾ ഇതിൽ റെഡിനായിരിക്കും എന്താണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. ഇതിന് റെഡിനായിരിക്കും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആൻഡ് ദ വയലറ്റ് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. വിബ്ജിയർ ആണ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും, ഇതിന് ഹയസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും. ഓക്കെ, അതാണ് വിസിബിൾ ലൈറ്റ്. ഇനി UV റേസ്, അൾട്രാ വയലറ്റ് വേവ്സ്. UV waves are electromagnetic waves with wavelength range from 10 nanometer to 400 nanometer. ഇനി നമ്മൾ എന്താണ് ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ 30 picohertz to terahertz. ഓക്കെ, 750 terahertz. They are much shorter than visible light and longer than X-ray. അതായത് അതിൻ്റെ വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിനേക്കാളും കുറവായിരിക്കും, പക്ഷേ എക്സ്റേനേക്കാളും കൂടുതലായിരിക്കും. ഇനി നമ്മൾ UV ലൈറ്റ്സ് മെയിൻലി പ്രസൻറ്റ് ഓൺ ദ സൺലൈറ്റ്. X-rays. X-ray or X-ray radiation is a high energy form of electromagnetic radiation. Generally, they have wavelength extending from 10 picometer to 10 nanometer with respective frequency range 30 petahertz to 30 exahertz. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചാണ് ഈ പറയുന്നത്.
The inherent energy ranges from 145 ഇലക്ട്രോൺ വോൾട്ട് ടു 124 കിലോ ഇലക്ട്രോൺ വോൾട്ട്. അതിൻ്റെ എനർജി റേഞ്ച് ആണ് ഈ പറയുന്നത്. ഹൈ എനർജി ആയിരിക്കും. എക്സ്റേസ് വേവ് ലെങ്ത് ആർ മച്ച് ഷോർട്ടർ ദാൻ യു വി റേഡിയേഷൻ ആൻഡ് യൂഷ്വലി ലോങ്ങർ ദാൻ ദോസ് ഓഫ് ഗാമ റേഡിയേഷൻ. നമുക്ക് ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അറിയാമെങ്കിൽ ഏതിൻ്റെ റേഞ്ചിൽ വരും എന്നുള്ളത് നമുക്ക് നോക്കി പറയാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ആ ഫിഗർ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ദാറ്റ് ഫ്രീക്വൻസി ഏതിനേക്കാളും കൂടുതലാണ്, അപ്പോൾ നമുക്ക് ആ റേഞ്ച് അറിയാമെങ്കിൽ നമുക്കെല്ലാം പറയാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഗാമ റേസ്. എ ഗാമ റേ ഈസ് എ piercing type of electromagnetic radiation ഫ്രം ദ റേഡിയോ ആക്റ്റീവ് ഡിസൻറ്റിഗ്രേഷൻ ഓഫ് സബ് അറ്റോമിക് ന്യൂക്ലിയർ. ഒരു റേഡിയോ ആക്റ്റീവിൻ്റെ സബ് അറ്റോമിക് ഡിസൻറ്റിഗ്രേഷൻ കാരണം ന്യൂക്ലിയയിൽ ഉണ്ടാകുന്ന റേസ് ആണ് ഗാമ റേസ്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്ത് ഫ്രീക്വൻസി എബോവ് 30 എക്സാഹെർട്സ്. അപ്പം ഈ ഗാമ റേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ എൻഡിലാണ്. ഗാമ റേ ഹാസ് ദ ഹയസ്റ്റ് എനർജി ഫ്രീക്വൻസി. ഡ്യൂ ടു ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഗാമ റേഡിയേഷൻ ആർ ദ മോസ്റ്റ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേസിനാണ്. അതുകൊണ്ട് ഗാമ റേഡിയേഷൻസ് ആർ ദ മോസ്റ്റ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഗാമ റേഡിയേഷൻ ആസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ ഡീക്കേ, സ്റ്റെല്ലാർ എക്സ്പ്ലോഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ തിയറി പാർട്ട്. അപ്പോൾ ഇതിൻ്റെ MCQ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.